പുന്നൂർകുളം പഞ്ചായത്തിൽ വി.പി. മാമു കമ്മ്യൂണിറ്റി ഹാളിന്റെ വാടക വർദ്ധിപ്പിക്കുന്നതിനെ ചൊല്ലി തർക്കം. വാടക വർദ്ധിപ്പിച്ചുവെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും നിയമവിരുദ്ധമായി നിയമിച്ച കെയർടേക്കറെ ഒഴിവാക്കിയതിലുള്ള വിരോധമാണെന്നും UDF ആരോപിച്ചു. നിലവിൽ ഒരു ദിവസത്തിന് 15,000 രൂപയാണ് വാടക. ആഘോഷത്തിന്റെ തലേദിവസം രാത്രി കൂടി എടുക്കുകയാണെങ്കിൽ 25,000 നൽകണം. ഈ തുകയിൽ മാറ്റം വരുത്താൻ ഭരണസമിതി നീക്കം നടത്തിയെന്നാണ് പ്രതിപക്ഷ ആരോപണം. ചൊവ്വാഴ്ച നടന്ന യോഗത്തിൽ ഇക്കാര്യം ചർച്ച ചെയ്തെങ്കിലും വർധന വരുത്തിയില്ലെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് TK ഹസൻ പറഞ്ഞു. GST കൊടുക്കപ്പെടുകയോ സമയാസമയങ്ങളിൽ കൊടുക്കപ്പെടുകയോ ചെയ്തിട്ടില്ല. അത് അവസാനം ഓഡിറ്റ് ഒബ്ജക്ഷൻ വരികയും അത് അടക്കേണ്ടതായി വരികയും ചെയ്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് അജണ്ടയായി വന്ന വാടക വർധനവ് വേണ്ട എന്ന് തീരുമാനിക്കുകയും GST അതിൽ ഉൾപ്പെടുത്താനും തീരുമാനിക്കുകയും ചെയ്യണ്ടായി. മുൻ ഭരണസമിതിയുടെ കാലത്ത് അതിന് ക്ലീനിങ് ആയി 4,000 രൂപ വാങ്ങിയിരുന്നു. ആ 4,000 രൂപ പഞ്ചായത്തിന് നഷ്ടപ്പെട്ടിരുന്ന അവസരത്തിൽ അത് 2,000 ആയി കുറക്കുകയും അത് പാർട്ടിയിൽ നിന്ന് ഈടാക്കുകയും ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. കമ്മ്യൂണിറ്റി ഹാൾ വാടക തുകയ്ക്ക് 18% GST ആയി 4,500 നൽകണം. 4 ക്ലീനിംഗ് ജീവനക്കാർക്ക് 4,000 രൂപ, ജനറേറ്റർ വാടക, വൈദ്യുതി ബിൽ എന്നിവയും പുറമെ ചെലവാണ്. നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് കമ്മ്യൂണിറ്റി ഹാളില് നിലവില് ശമ്പളം 20,000 രൂപയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആ 20,000ന്റെ കൂട്ടത്തിൽ GST 4,500 അതോടൊപ്പം തന്നെ 4,000 രൂപ ക്ലീനിങ്ങിന് കൊടുത്തു കഴിഞ്ഞാൽ 5,000 രൂപയോളം ജനറേറ്റർ വാടകയും വരുന്നു. അതോടൊപ്പം കറണ്ട് ചാർജ് വേറെയും വരുന്നു. ഇതൊക്കെ കൂട്ടിക്കഴിഞ്ഞാൽ പഞ്ചായത്തിന് എന്താണ് കിട്ടിയിരുന്നത് എന്ന് നമ്മളിവിടെ മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ ഒരു വ്യക്തത വരുത്താൻ വേണ്ടി പഞ്ചായത്തിന്റെ ഫണ്ടിന് ലാഭം കിട്ടാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു. കെയർടേക്കർക്ക് 20,000 രൂപയും ശമ്പളം നൽകിയിരുന്നു. GST പഞ്ചായത്ത് അടയ്ക്കാത്തതിനെ തുടർന്ന് ഓഡിറ്റ് പരാമർശം വന്ന സാഹചര്യത്തിലാണ് GST തുക അധികം ഈടാക്കാൻ നിർദ്ദേശം വന്നത്. എന്നാൽ തുക വർദ്ധിപ്പിക്കേണ്ടെന്നായിരുന്നു യോഗത്തിൽ തീരുമാനം. 4 ക്ലീനിംഗ് ജോലിക്കാർക്ക് ചെയ്യാനുള്ള പണിയില്ലാത്തതിനാൽ 2 പേരെയാക്കി ചുരുക്കാനും ഇവർക്ക് 2,000 രൂപ നൽകാനുമാണ് ധാരണയായതെന്നും പ്രസിഡന്റ് പറഞ്ഞു. LDF ഭരണസമിതി നിയമവിരുദ്ധമായി നിയമിച്ച ഓഡിറ്റോറിയം കെയർടേക്കറെ ഒഴിവാക്കുന്നതിന്റെ വിരോധമാണ് തെറ്റിദ്ധാരണ പരത്തുന്ന പ്രചാരണങ്ങൾക്ക് കാരണമെന്ന് UDF ആരോപിച്ചു. ഇന്റർവ്യൂ പോലും നടത്താതെയാണ് ഇയാളെ നിയമിച്ചത്. ഇത് സംബന്ധിച്ച് നിയമ നടപടി സ്വീകരിക്കുമെന്നും UDF കമ്മിറ്റി പറഞ്ഞു.